നമസ്കാരം. കണ്ണാടിയിൽ ക്ലോക്കിന്റെ പ്രതിബിംബം കാണുമ്പോഴുള്ള സമയവും യഥാർത്ഥത്തിൽ ക്ലോക്കിലുള്ള സമയവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഉദാഹരണത്തിന്, കണ്ണാടിയിൽ ക്ലോക്കിന്റെ പ്രതിബിംബം കാണുമ്പോൾ 7:40 ആണെന്ന് വിചാരിക്കും. അപ്പോൾ യഥാർത്ഥ സമയം എത്രയായിരിക്കും ക്ലോക്കിൽ എന്ന് കാണുവാൻ 12 മണി എന്നുള്ളത് നമ്മൾ എഴുതുന്നത് 11:60. അതിൽ നിന്നും 7:40 ക്ലോക്കിൽ പ്രതിബിംബമായി കണ്ട സമയം 7:40 അവ കുറയ്ക്കാം. 0 ൽ നിന്നും 0 പോയാൽ 0, 6 ൽ നിന്നും 4 കുറച്ചാൽ 2, 11 ൽ നിന്നും 7 കുറച്ചാൽ 7. അപ്പോൾ കണ്ണാടി ക്ലോക്കിന്റെ പ്രതിബിംബം 7:40 ആണ് സൂചിപ്പിച്ചതെങ്കിൽ യഥാർത്ഥ സമയം 4:20 ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു കണക്ക് വന്നാൽ 11:60 നിന്നും എത്രയാണോ പ്രതിബിംബമായി കിട്ടിയ സമയം അത് കുറയ്ക്കുക. ഒരു കണക്ക് കൂടി ശ്രദ്ധിക്കാം. ക്ലോക്കിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുമ്പോൾ 8:35 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ യഥാർത്ഥ സമയം 11:60 നിന്നും 8:35 കുറയ്ക്കുക. അപ്പോൾ 5, 2, 3:25 ആയിരിക്കും യഥാർത്ഥ സമയം. ഇനി ഇവിടെ വ്യത്യാസം വരുന്ന ഒരു മേഖലയെ കൂടിയിട്ട് 11 മണി മുതലുള്ള സമയം, 12 മണി മുതൽ ഉള്ള സമയം, അതായത് 11 വെച്ചിട്ടുള്ള സമയം, 12 മണി വെച്ചിട്ടുള്ള സമയവും വരുമ്പോൾ നമ്മൾ കുറയ്ക്കേണ്ടത് 23:60 നിന്നാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ കണ്ണാടി ക്ലോക്കിന്റെ പ്രതിബിംബം എന്ന് പറയുന്നത് 11:25 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ കുറയ്ക്കേണ്ടത് 11 മണിയിൽ തുടങ്ങുന്ന സമയമായതുകൊണ്ട് 23:60 നിന്നും 11:25 കുറയ്ക്കുക. അപ്പോൾ 5, 3, 3 നിന്നുള്ള 2, 12:35. 12:35 ആയിരിക്കും യഥാർത്ഥ സമയം. ഒരു ഉദാഹരണം കൂടി നോക്കുക. കണ്ണാടി ക്ലോക്കിന്റെ പ്രതിബിംബം 12:40 ആണെന്നിരിക്കട്ടെ. യഥാർത്ഥ സമയം 12 തുടങ്ങുന്ന സമയമായതുകൊണ്ട് 23:60 നിന്നും തന്നിട്ടുള്ള സമയം 12:40 കുറയ്ക്കുക. 0, 2, 1, 11:20 ആയിരിക്കും യഥാർത്ഥ സമയം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 11 മണിയുടെ സമയവും 12 മണിയുടെ സമയവും തന്നാൽ 23:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. ബാക്കി 1 മുതൽ 10 വരെയുള്ള സമയങ്ങളാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് 11:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.